കേട്ട് അവൻ എന്നോട് ചോദിച്ചതാണ് പറഞ്ഞു. അപ്പോഴാണ് ആ അമ്മേൻ്റെ ഒരു കെയറിങ്ങും സപ്പോർട്ടും അല്ലെങ്കിൽ ആ അമ്മയുടെ മോക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യം ചെയ്യണം എന്നുള്ള ഒരു ആലോചനയും കാര്യങ്ങളെല്ലാം ഈ അമ്മ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരാൾ അവരോട് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കാനാവാത്തതുകൊണ്ട് ഇങ്ങനെ അവരും ഇങ്ങനെ അന്വേഷിക്കുന്ന എന്താണ് ചെയ്യേണ്ടത് അടുത്ത്. കാരണം അവരെ മോളും ഇതേപോലെ തന്നെ +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, അപ്പോൾ കിട്ടിയില്ല. ഈ കുറി എഴുതിയിട്ട് കിട്ടാത്തതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന. അപ്പോൾ അമ്മ പറഞ്ഞത് മോളോട് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതാണെങ്കിൽ മാക്സിമം 1-2 ലക്ഷം റുപ്യേൻ്റെ അടുത്താവും ചിലവാകും. അത് ഒരു കൊല്ലം വേസ്റ്റ് ആവുന്നതെന്നല്ല, പക്ഷേങ്കിൽ അത്രയും ഫണ്ട് നമ്മൾ ചിലവാക്കിയിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമാണ്. കാരണം പൈസ ഉള്ളവർക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷെ പൈസ ഇല്ലാത്ത നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് ഈ അമ്മ പറഞ്ഞ് മോളോട്, ഒന്നുമില്ല, നീ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കണ്ട, വീട്ടിലിരുന്ന് ഒന്നെങ്കിൽ ഓൺലൈനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് പഠിച്ചോ എന്നാണ്. കാരണം മോളും ഓക്കെ പറഞ്ഞു. മോളിപ്പോൾ എന്തോ റേസോ അങ്ങനെ ഏതോ ഓൺലൈനിൻ്റെ ടീമുമായിട്ട് കണക്ട് ചെയ്തിട്ടിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ നല്ല കാര്യം. കാരണം അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ അതുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അവരും ഇങ്ങനെ സംസാരിച്ച് കൊണ്ടുപോകുമ്പോൾ അവരെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയാണെന്ന് വെച്ചാൽ അവളൊരു വിഷനുണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ. കാരണം അവൾ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണമോ സ്വത്തോ ഒന്നും കൊണ്ടാക്കണ്ട, അതിന് പകരം എന്നെ മര്യാദയ്ക്ക് നല്ലൊരു സ്ഥലത്ത് പഠിപ്പിച്ചാൽ മതി, പഠിപ്പിക്കാൻ എനിക്ക് ചിലവാക്കിയാൽ മതി. എൻ്റെ സ്വർണ്ണമായാലും എനിക്ക് വേണ്ടി നിങ്ങൾ കാണുന്ന സ്വത്തായാലും എല്ലാം വിറ്റിട്ടാണെങ്കിലും എന്നെ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. ഞാൻ പഠിച്ചിട്ട് ഒരു നല്ലൊരു കോഴ്സ് പഠിച്ച് ഒന്നെങ്കിൽ ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മാത്രമേ നമുക്ക് കല്യാണത്തിൻ്റെ കാര്യം നോക്കണ്ടൂ എന്ന് പറഞ്ഞു. കാരണം മോൾക്ക് അത്രയും വിശ്വാസമുണ്ട് അവളെ കഴിവിൽ. കാരണം അവളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. കാരണം നമ്മളെ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ നാട്ടിലുള്ള ഒരു ഗേൾസിനും